മൂന്നാമത്തെ പ്രശ്നം, ഇവർക്ക് വായിൽ നിന്ന് കണ്ടിന്യൂസ് വെള്ളം ഒഴുകിക്കൊണ്ടേയിരിക്കും, ഡ്രൂളിങ് ഓഫ് സലൈവ. ചില കുഞ്ഞുങ്ങൾക്ക് വായ അടയ്ക്കാനുള്ള പ്രയാസം ഉണ്ടാവും, മസിൽസിന്റെ പവർ ടോണിന്റെ പ്രശ്നം, സ്പാസം കാരണം, പിന്നെ ഇവിടുത്തെ നമ്മുടെ ലാരിഞ്ചോഫറഞ്ചൽ മസിൽസിന്റെ ശക്തി കുറവുകൊണ്ടൊക്കെ. അപ്പം വെള്ളം ഇങ്ങനെ വായിൽ നിന്ന് ഒഴുകിക്കൊണ്ടേയിരിക്കും, ബിക്കോസ് ഇവർക്ക് ഇറക്കാനുള്ള കഴിവ് പ്രശ്നമുള്ളതുകൊണ്ട്. അപ്പം ഇങ്ങനെ കണ്ടിന്യൂസ് വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ ആ വെള്ളം ഒഴുകി കഴുത്തിൽ വരുന്ന പ്രശ്നങ്ങൾ, പിന്നെ അവർക്ക് എപ്പോഴും ഇങ്ങനെ ഫുഡ് നമുക്ക് കഴിക്കാൻ പറ്റാത്തത് കൊണ്ട് അവരുടെ ആ ഒരു വായ്ക്ക് കുറച്ച് സ്മെല്ല് പ്രശ്നങ്ങൾ, അങ്ങനെ പിന്നെ പല്ല് കേടാകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ ഓറൽ ഹൈജീൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കറിയാം ഒരു പരിധി വരെ ഇവർക്ക് വാ തുറക്കാൻ പറ്റാത്തതുകൊണ്ട് നമുക്ക് ക്ലീൻ ചെയ്യാനൊക്കെ പ്രയാസമായിരിക്കും. പക്ഷെ നമ്മൾ തുണി വെച്ച് തുടയ്ക്കുക, പല്ല് തേപ്പിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ കൊണ്ട് പല്ല് തേപ്പിക്കുക. ഡോക്ടർ സ്പെസിഫിക് ആയിട്ട് ഡെന്റൽ കാരീസിനുള്ള ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തരുന്നതായിരിക്കും. ഗമ്മിൽ ഇൻഫെക്ഷൻ, ഗം ബ്ലീഡ്സ് വരാതെ നോക്കുക. പിന്നെ ഈ മസിൽസിന്റെ പവർ കൂട്ടാനായിട്ടുള്ള എക്സസൈസസ് ഒക്കെ നമ്മൾ തെറാപ്പിക്ക് പോകുമ്പോൾ അവർ പറഞ്ഞു തരുന്നതായിരിക്കും. സിവിയർ കേസസിൽ റെക്കറൻ്റ് ആയിട്ട് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ ഒക്കെ വരികയാണെങ്കിൽ സിവിയർ കേസസിൽ നമ്മൾ ചില സർജിക്കൽ പ്രൊസീജിയേഴ്സ്, ഈ പരോട്ടിഡ് ഗ്ലാൻഡിന്റെ ഡക്റ്റിനെ ഡൈവേർട്ട് ചെയ്ത പ്രൊസീജിയേഴ്സ്, റിസെക്ഷൻ ചെയ്ത പ്രൊസീജിയേഴ്സ് ഒക്കെ ചെയ്യേണ്ടി വരുള്ളൂ. പക്ഷെ പ്രോപ്പർ തെറാപ്പി ചെയ്ത് കഴിയുമ്പോൾ ഒരു പരിധി വരെ ഈ ഡ്രൂളിങ്ങിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. കഴുത്തിന്റെ ഇടുക്ക് പൊട്ടാതെ നമ്മൾ സ്പെസിഫിക് ആയിട്ട് നോക്കണം. പിന്നെ വിക്കി പോകാതെ നമ്മൾ പൊസിഷനും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടതാണ്.